അപ്പോ ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ ചെയ്യുന്നുണ്ട്? ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്ക് പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്. അങ്ങനെയല്ല അതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഡ്രസ് കോഡ് ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ടൊരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അവരൊരു ഷോർട്ട്സ് ഇട്ടാലോ ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ എങ്ങനെയാണ് ഒരു പൊതു ഇടത്ത് വെച്ചിട്ട് അവരെ വ്യക്തിപരമായിട്ട് അറിയാതെ നിങ്ങൾക്ക് മോശക്കാരിയാണെന്നോ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. അല്ല, സ്ത്രീയും രണ്ടുപേർക്കും ഇക്വാലിറ്റി ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഡ്രസ്സുകൾ വീട്ടിൽ ചെന്നിട്ടാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ വീട്ടിൽ പോകുന്നത്. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്ന് വസ്ത്രം ഇല്ലായിരുന്നു. മറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറി മറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറി മറയ്ക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഇപ്പൊ മാറി മറയ്ക്കൽ സമരം ഒന്നുകൂടി നടത്തണ്ടേ? സുഹൃത്തുക്കളെ, ഇവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോഡേൺ ഡ്രസ് ഇടുന്നതും അതുപോലെ തന്നെ നോർമലി നാടൻ വേഷത്തിൽ നടക്കുന്നതും തമ്മിലുള്ള വമ്പൻ ചർച്ച. എന്തായാലും ഞാൻ മോഡേൺ രീതി പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്താണ് മോഡേൺ ഡ്രസ് ഇടാൻ ഈ നാട്ടില് അവകാശമില്ലേ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ അവർക്ക് അവകാശമില്ലേ? ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഈ 90കളിലെ വ്യക്തികളുണ്ട്, ആളുകളുണ്ട്. അവരുടെ ചിന്താരീതിയാണ് സുഹൃത്തുക്കളെ മാറേണ്ടത്. അപ്പൊ നമ്മുടെ തമ്മിൽ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഒരു ഒറ്റ വിഷ്വലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തന്നത്. അപ്പോൾ ഈ ബാക്കി വീഡിയോ ഇനിയുണ്ട്. ചർച്ച നല്ലപോലെ കൊഴുക്ക് സുഹൃത്തുക്കളെ. ചർച്ച നല്ലപോലെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് കയറും. സോ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. അപ്പോ ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റാ അല്ല. ഒരു സെക്കൻഡ്. അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ
ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. ആ സമയം ഞാൻ സംസാരിക്കും. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇപ്പൊ സംസാരിക്കരുത്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു താങ്കളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാവരും ഒരേപോലെ കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ കാര്യം എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്യും. കാരണം സ്വാഭാവികമായിട്ട് എല്ലാ പുരുഷന്മാർക്കും ഈ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികളെ നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും, ഞാൻ പുച്ഛത്തോടു കൂടി കാണും. അത് എന്റെ മനോഭാവമാണ്. പക്ഷെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ. ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവേണ്ടത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ ഇത് നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ് നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ആ ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല. കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്. ഞാൻ പറയുന്നതല്ല, കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡ്രസ്സ് ഒരിക്കലും ഒരാളിനെ പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് അവിടെയാണ് സർ നമ്മൾ കാണുന്നില്ലേ സാർ ഒരു കാര്യം, ഭർത്തായിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് എന്തെങ്കിലും ഉണ്ടോ അതിന്? അത് ഞാൻ പറയുന്നത് പെർവേർട്സിന് എന്തായാലും ഏത് കോലത്തിൽ കണ്ട ഒരാളിന് ഒരു പെണ്ണിനോടായാലും പലതും തോന്നാം, അവരെന്തും ചെയ്യുന്നത്. അതല്ല ഒരിക്കലും സാധാരണ നടക്കുന്ന ഒരാളിനെ നിങ്ങളെ പോലുള്ള നിങ്ങൾ ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും ഡ്രസ്സിനെയോ ഏതെങ്കിലും ഏതെങ്കിലും ഡ്രസ്സോ ഏജോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകളോ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ഈ ഹോൾ സിസ്റ്റം, ഈ ഹോൾ ജനറലി പറയുമ്പോൾ ഈ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ഷുവലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സെക്ഷുവൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ ആ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാവുന്നതാണെന്നല്ല, അവർ പൂർണ്ണമായും ചെയ്യുന്ന തെറ്റാണ്. എന്നാൽ അവർ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് ഇപ്പൊ ചില ആളുകൾ ഈവൻ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് പോലും സെക്ഷുവൽ ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവർ അമ്മ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ പെങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ല, മറിച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസിൽ കാണാൻ പറ്റും കൂടുതൽ ഈവൻ പോൺ ഹബ് പുറത്തുവിട്ട പഠനത്തിൽ 2017 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു? സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാകുന്നതാണ്. അഥവാ ഈ ആളുകൾക്ക് പർദ്ദട്ടാള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്. അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഇവർ അനുഭവിക്കുന്ന പ്രയാസം പുറത്ത് സഭ്യമായ ഡ്രസ് ഉപയോഗിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? ആരാണ് അതിന്റെ ഒരു ലൈൻ നിശ്ചയിക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതിർവരം വിട്ടിരിക്കുന്നത്? ആരാണ് അത് കൊടുക്കുന്നത്? അത് അവനവൻ തന്നെയാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനയും അനുശാസിക്കുന്നില്ല നിയമം എന്ന് പറയുന്നത്. ഡ്രസ്സ് ധരിക്കണം എവിടെയാണെന്നുള്ളത് അവനവൻ തീരുമാനിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഒന്നും ഒരിടത്തും ഇന്ന വസ്ത്രം ധരിക്കണമെന്നോ ഇന്ന രീതിയിൽ നടക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു പൊതുബോധമുണ്ട്, ഒരു സാംസ്കാരികമായ ഒരു തലമുണ്ട്. അപ്പൊ ഇവിടെ ഏത് വസ്ത്രം, ഇപ്പൊ മെൻസ് അസോസിയേഷന്റെ സുഹൃത്ത് ശ്രീ അജിത് കുമാർ
അദ്ദേഹം പറഞ്ഞത് വേറൊരു ആംഗിലാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് അങ്ങോട്ട് ഷാർപ്പായിട്ട് എത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമ്മൾ പുറത്ത് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ കല്യാണത്തിന്, അമ്പലത്തില്, പള്ളിയില്, ആരാധനാ സ്ഥലങ്ങള്, ഇനി കോർപ്പറേറ്റുകൾക്ക് എന്തിനാ ഡ്രസ് കോഡ് വെച്ചിരിക്കുന്നത്? കോർപ്പറേറ്റ് ഓഫീസുകള്. അപ്പൊ ഒരു ഡ്രസ് കോഡ്, ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അത് എന്താ പറയാ, ഒരു അശ്ലീലം എന്ന് ആരാണ് ഈ മാനദണ്ഡം തീരുമാനിക്കുക? അത് സാറേ, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് അതിനൊരു നമ്മൾ മാനദണ്ഡം ഉണ്ടല്ലോ. ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്നതിനകത്ത് സമൂഹം നമുക്ക് നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ നേരത്തെ സംസാരിച്ച ആ വ്യക്തി പറഞ്ഞു ഒപ്രസ്ഡ് എന്ന് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചു. ശരിക്കും ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അടിച്ചമർത്തുക ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ വ്യക്തിഹത്യ അല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു വ്യക്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരൊരു ഷോർട്സ് ഇട്ടാലോ, ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ, എങ്ങനെയാണ് ഒരു പൊതു ഇടത്ത് വെച്ചിട്ട് അവരെ വ്യക്തിപരമായിട്ട് അറിയാതെ നിങ്ങൾക്ക് മോശക്കാരിയാണെന്നോ, നിങ്ങളെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് ഈ കോലത്തിലാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ പോയി ധരിച്ചോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണോ ഞങ്ങൾ? നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് സംസാരിക്കുന്ന ഭാഷയിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ? പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണം. മനസ്സിലായില്ലേ? ഞാൻ സംസാരിക്കുന്നതിൽ പരമാവധി മാന്യതയും നമ്മൾ ഒരു വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളിവിടെ ഇത്രയും സ്ത്രീകൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോർണർ ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളൊരു ജനറൽ സംഭവത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഒരാളുടെ വസ്ത്രധാരണത്തിന്, ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് പൊതു ഇടത്തിൽ നിയന്ത്രണം ആവശ്യമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താ ആവശ്യമുണ്ട് എന്നുള്ളതായിരിക്കും. നമ്മളുടെ അഭിപ്രായം എന്തായിരിക്കും? അങ്ങനെ ഒരു പെർട്ടിക്കുലർ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മുഴുവിപ്പിക്കാൻ സമ്മതിക്കണം. എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്? അല്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടും വേണം പോവാൻ. അതല്ലാതെ നമ്മളൊരു ഒരു പേഴ്സണെ നമ്മൾ കണ്ടു, ഓക്കെ അയാൾ ഇന്നതാണ്, നിങ്ങൾ അങ്ങനെ നെയിം സ്ലിപ്പ് കൊടുക്കുകയാണോ? നിങ്ങൾക്ക് അതിന് ആരെവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്? ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ ഇതാ ഇന്ന നെയിം സ്ലിപ്പാണ് കൊടുക്കുന്നത്, അതിന് പേട്രിയാർക്കി, ഓപ്പറേഷൻ, ഇതുപോലെയുള്ള കുറെ പേരുകളും കണ്ടെത്തിയിട്ട് നിങ്ങൾ വിലയിടാൻ വരരുത്. എതിരാണ്, പാട്രിയാർക്കിക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് സൊസൈറ്റിയിൽ പല രൂപത്തിൽ ഇതിനെ ഇപ്പൊ 2 രൂപത്തിൽ ഇതിന്റെ മാനദണ്ഡം, പുരുഷന്മാർക്ക് മാനദണ്ഡം ഉണ്ട്. ഒരു പിന്നെ സ്ത്രീകളുമായിട്ടുള്ള എന്തെങ്കിലും ഹരാസ്മെന്റോ അബ്യൂസോ നടക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 78 സ്റ്റോക്കിംഗ് പിന്നെ പാടില്ല. അത് സ്ത്രീയെ സ്റ്റോക്ക് ചെയ്താൽ എത്ര ഇംപ്രിസൺമെന്റ് ഒക്കെ എല്ലാം ഉണ്ട്, 3 കൊല്ലം തടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. BNS സെക്ഷൻ 63 റേപ്പിനെതിരെയുള്ള ശിക്ഷകളുണ്ട്. പുരുഷൻ എന്ത് ചെയ്താലും പണിഷ്മെന്റ് ഉണ്ട്, പണിഷ് ചെയ്യപ്പെടണം. പുരുഷൻ സെക്ച്വലി പ്രൊവോക്കേറ്റീവ് ആയാലും എന്തെങ്കിലും ഹരാസ് ചെയ്താൽ പുരുഷൻ ശിക്ഷിക്കപ്പെടണം. അവൻ തന്നെയാണ് ഒന്നാം പ്രതി, ഒരു സംശയവുമില്ല. പക്ഷേ മറ്റേ ഭാഗത്ത് അഥവാ മറ്റു ഭാഗത്തും ഒരു നിയന്ത്രണം ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം. അവിടെ ആദ്യം സൂചിപ്പിച്ച ആ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒരു സംശയമില്ല. അതിനെതിരാണ് നമ്മളെല്ലാം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? നമ്മളിവിടെ പറയുന്നത് പാട്രിയാർക്കി നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. സ്ത്രീക്ക് അവളുടെ ശരീരം, അവളുടെ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അവർക്കൊരു മാനദണ്ഡം ഉണ്ട്. അത് ഓക്കെയാണ്. എനിക്ക് എന്റെ തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മോട് കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ പുരുഷന്മാർ അതിന് വിലയിടില്ലേ? തീർച്ചയായിട്ടും വിലയിടണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സംസ്കാരം തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീയും ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പുരുഷന് സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല, സ്ത്രീ മാത്രം വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങളൊക്കെ
അപ്പൊ ഈ പുരുഷന്മാരുടെ ഡ്രസ്സിന് സ്ത്രീകൾക്ക് വിലയിട്ടൂടെ? ഇവരൊക്കെ ജനിക്കാൻ കാരണം പുരുഷനല്ലേ? അപ്പൊ സ്ത്രീ ഇതിന് കാരണല്ലേ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്? അല്ല, സ്ത്രീയും കാരണം രണ്ടുപേർക്കും ഇക്വാലിറ്റി സ്ത്രീയും കൂടിയാണ്. അപ്പൊ പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പുരുഷനും ഇടപെടണം. പുരുഷൻ ഇടപെട്ടേ പറ്റൂ. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ബിക്കിനി ഇട്ടോണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും മോനെ അത് പാടില്ല. അതിനെ കുറിച്ച് എല്ലാവർക്കും ഞങ്ങളെ പോലുള്ള സമൂഹത്തിന് കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങള് പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. നല്ല ഡ്രസ് ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഡ്രസ്സുകൾ വീട്ടിൽ ചെന്നിട്ടാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ വീട്ടിൽ പോകണമെന്ന്. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് എന്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ അവകാശമാണ് ഡ്രസ് ഇടുന്നത്. മുന്നിൽ വന്നാൽ മാം പറഞ്ഞു കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റില്ലെന്ന്. ഈ സ്കൂളുകൾ ആരാധനകൾക്ക് അവർക്കൊരു പൊതു ചട്ടമുണ്ട്. അങ്ങനത്തെ ഡ്രസ് കോഡ് ഇടാൻ പറ്റും. പൊതുനിരത്ത് അങ്ങനെ ഒരു ചട്ടം ആരും വെച്ചിട്ടില്ല. അതുള്ളിടത്തോളം കാലം ഇഷ്ടമുള്ള ഡ്രസ് ഏതൊരു പൊതുവിടത്തിൽ ചട്ടമുണ്ട്. പൊതുവിടത്തിൽ ചട്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. പൊതുവിടത്തിൽ ചട്ടമുണ്ട്. നിയമമാണുള്ളത്. ഡ്രസ്സിനെ കുറിച്ച്, ഡ്രസ് ധരിക്കുന്നതിനെ കുറിച്ച് പൊതുവിടം എന്ന് പറയുന്ന പൊതു സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ ഡ്രസ് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിന് പരിമിതിയുണ്ട്. ഹനാനെ ചൂണ്ടി തന്നെ ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വിട്ട് കടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും കുട്ടി വളരും തോറും ശരീരത്തിലെ തുണി കുറഞ്ഞു കുറഞ്ഞു വരിക. അപകടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചു നടക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ബിക്കിനി ഇട്ടിട്ടോ മാന്യമല്ലാത്ത വസ്ത്രം സംസാരിക്കൂ. എന്ത് മാന്യമാണ് താങ്കൾ കണ്ടത്? പണ്ടത്തെ സ്ത്രീകൾ മാറുമറക്കാതെ നടന്നിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നാണ് ഒരു മുണ്ട് ബ്ലൗസുമായി ഒരു നേരിയതായി. ആണുങ്ങൾ ഒരു തോർത്തു മാത്രം കൊടുത്തോണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്നും വസ്ത്രം ഇല്ലായിരുന്നു. മാറുമറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറുമറയ്ക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഇപ്പൊ മാറുമറയ്ക്കൽ സമരം ഒന്നുകൂടി നടത്തേണ്ടി വരും. ഒരു വിഷയം വരുമ്പോ ഞാനാണ് ആദ്യം ചാടി വീണ് ഇവിടെ എല്ലാവരും പിച്ച് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ്. അത് ഒന്നാമത്തെ കാര്യം. മാം പറഞ്ഞ പോലെ മാം ഇവിടെ സാരി ഉടുത്ത് നല്ല ഭാരതീയ സംസ്കാര പ്രകാരം വന്നിരിക്കുന്ന വളരെ മാന്യമായിട്ടൊരു യുവതിയാണ്, അല്ലെങ്കിൽ ഒരു വനിതയാണ്. മാഡം, മാമിന്റെ സംസാരം കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു വോട്ട് എടുത്തു കഴിഞ്ഞാൽ മാമിന്റെ നിലവാരം ഇടിഞ്ഞു. എന്തുകൊണ്ട്? മാം സംസാരിക്കട്ടെ. കാരണം സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് സമയമുണ്ട്. ഓക്കെ, മാം പറഞ്ഞ എന്താണ്? വസ്ത്രം ഉപയോഗിക്കുന്നു, ധരിക്കുന്നു. അത് ആരുടെ ഇഷ്ടപ്രകാരം? പുരുഷന്റെ ഇഷ്ടപ്രകാരം കൂടി ആണെങ്കിൽ നന്നായിരിക്കും. മാം ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഏത് പുരുഷന്റെ അനുവാദം ചോദിക്കണ്ടേ? എന്റെ കാശിന് ഞാൻ കൊടുത്തു വാങ്ങുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വസ്ത്ര സ്വാതന്ത്ര്യം, ബാക്കിയുള്ള മൗലികാവകാശങ്ങളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. സാരി വിൽക്കുന്ന പോലെ തന്നെയാണ് ഹനാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ക്രോപ്പ് ടോപ്പും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കടകളിൽ വിൽക്കുന്നത്. നിയമപ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്ത്രം കടകളിൽ വിൽക്കാൻ പാടില്ലല്ലോ. അവിടെ വിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ അധ്വാനിച്ച കാശ് കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ കാശ് കൊടുത്ത് വാങ്ങുന്ന എനിക്ക് അത് ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞ പോലെ സ്കൂളുകളിലെ കാര്യം പറഞ്ഞു. ഒരു വാക്യം വെച്ചോട്ടെ. മാം എന്തുകൊണ്ട് ഫ്രണ്ടെല്ലാം മറച്ചു വന്നിരിക്കുന്നു ഇവിടെ? അത് എന്റെ സ്വാതന്ത്ര്യം മാം. സംസ്കാരം. ഞാനിപ്പോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ ഡ്രസ്സ് പറയാം. അപ്പൊ മാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെ കാലിന്റെ ഇത്രയും ഭാഗം കാണുന്നു, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല?
ഒരാൾക്ക് കണ്ടില്ല. സ്വാതന്ത്ര്യം ഉണ്ട് വസ്ത്രം ധരിക്കാനെന്നുള്ളതല്ലേ? അത് തീർച്ചയായും സ്വാതന്ത്ര്യം അവർക്കുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല പറയണത്, നമുക്ക് കുറച്ച് സാമൂഹിക ബോധത്തിനെ പറ്റിയാണ് ഇവിടെ പറയണത്. അമ്പലത്തിൽ പോകുമ്പോ ഒരു മുണ്ടും നേരത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോ അത് കൊടുത്തോണ്ട് പോകുന്നതിലല്ല വിവരം ഇരിക്കുന്നത്. ഉപയോഗിക്കാൻ പഠിക്കണം. അടുത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡ്രസ്സ്, അതേപോലെ തന്നെ നേരത്തെ ഹനാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്ത് അത് വണ്ടി പിടിച്ചു വന്നാൽ പുതിയ കാലത്ത് ധരിക്കേണ്ട ഡ്രസ്സ്, ഈ ഒരു നറേറ്റീവില്ലേ അവിടെ നമ്മൾ ഫസ്റ്റ് ഓൺ ചെയ്ത് ഈ നറേറ്റീവ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. അവിടെ ആക്ച്വലി നിങ്ങളെ ചോയ്സ് ആണെന്ന് വിചാരിക്കുന്നിടത്ത് അവിടെ തെറ്റുന്നു, അബദ്ധം പറ്റുന്നു. ആക്ച്വലി പുരുഷൻ നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുകയാണ് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മുമ്പ് പഠനങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാറുമറക്കൽ സമരം അടക്കം, അഥവാ സ്ത്രീയെ കൊണ്ട് നിർബന്ധിച്ച് തുടപ്പിച്ചിരുന്നു പുരുഷൻ. ഇപ്പൊ പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കിയാലും പുരുഷനെ സംബന്ധിച്ച് പുരുഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്? സ്ത്രീയുടെ ന്യൂഡിറ്റി കാണൽ, അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കൽ. ഐ ട്രാക്കിംഗ് സ്റ്റഡീസ് എടുക്കാം സൈക്കോളജിയിൽ. അതേപോലെ തന്നെ പുരുഷന്റെ സെക്ഷൽ ബിഹേവിയർ എടുക്കാം. ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ സൗന്ദര്യം കാണണം. അതിനുവേണ്ടി മുന്നേ അവൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ കാലത്ത് അവളെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ കൊണ്ട് ട്രെൻഡിന്റെ പേരിൽ, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനെയാവണം, കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇങ്ങനെ ആവണം, വാല്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ധരിപ്പിക്കുന്നു. അതാണ് ഓപ്പറേഷൻ ആയിട്ട് ഈ ഒരു കാലത്ത് സത്യത്തിൽ നമുക്ക് നമ്മളുടെ ഇത്രയും പേർക്കപ്പുറം, ഈ കേരളത്തിൽ കുറച്ചു പേർ കാണുന്നതിനപ്പുറം ഈ ലോകം ഈ ചർച്ച കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ. കാരണം അത്രയും വിയേർഡായിട്ട് രണ്ടുപേർ തന്നെ എത്ര മനോഹരമായിട്ടാണ് പുരുഷാധിപത്യം, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ്, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് പുരുഷനെ കുറ്റം പറയും, എന്നിട്ട് നിങ്ങൾ പുരുഷന്റെ അടിമയാണ്, നിങ്ങളത് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ അത് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോമൺ സെൻസിന് എത്രത്തോളം നിരക്കാത്ത രീതിയിലാണ് ഈ രണ്ടുപേർ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു, എനിക്ക് പറഞ്ഞത് അവസാനിപ്പിക്കണം. ഈ ഇരിക്കുന്ന മാഡം പറഞ്ഞു സംസ്കാരത്തെ കുറിച്ച്, കേരളീയ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ സ്പിരിച്വലി, സയന്റിഫിക്കലി, ഫിലോസഫിക്കലി ഏറ്റവും വലിയ ആദർശങ്ങളും ഏറ്റവും വലിയ തത്വസംഹിതങ്ങളും ഉള്ള നാടാണ് ഈ ഭാരതം. ഈ ഭാരതത്തിന്റെ ചരിത്രം എടുത്താൽ നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലം വരുന്നത്. ആ സമയത്ത് കേരളത്തിന്റെ എല്ലാവിധമായിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡ്രസ്സിംഗ് സെൻസിനെയും ചിന്താഗതിയെയും കലയെയും വരെ സ്വാധീനിച്ചുകൊണ്ട്, മതബോധത്തെ വരെ സ്വാധീനിച്ചുകൊണ്ട്, വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിയമാവലികൾ നമ്മളെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കലാബോധത്തെ പോലും സ്ത്രീകളുടെ ന്യൂഡിറ്റി വളരെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ കലയെല്ലാം നോക്കൂ, ഖജുരാഹോയിൽ നോക്കൂ, നമ്മുടെ അജന്ത എലോറ കേവ്സിൽ നോക്കൂ, നമ്മുടെ സാഞ്ചി സ്തൂപത്തിൽ നോക്കൂ, എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന സ്ത്രീ ചരിത്രത്തെയാണ്. ഹനാന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഹനാൻ അങ്ങനെ കേരള ഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹനാൻ ഏറ്റവും മാന്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾ ധരിച്ചിരുന്ന കംപ്ലീറ്റ്ലി ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡി അപേക്ഷിച്ച് ഇങ്ങനെയാണ്. ഇനി നമ്മുടെ അതേ ഭാരതത്തിൽ മാഡം സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ നാട്ടിൽ തന്നെയാണ് വത്സ്യായനൻ എഴുതിയ ഒരു കൃതി ഉണ്ടായിരുന്നതും ആ ഭാരതത്തിലാണ്. മാഡം പറയുന്ന സംസ്കാരമുള്ള ഭാരതത്തിലാണ്. അങ്ങനെ എഴുതിയാൽ ഈ മാഡം ആദ്യമായിട്ട് ഇറങ്ങും അതിനെതിരായിട്ട്. നമ്മുടെ ചരിത്രപ്പെടുന്നല്ല. ഈ ബ്ലൗസും സാരിയും ആർക്കാണ് സാർ ബ്ലൗസും സാരി ഉണ്ടായിരുന്നത്? ഏത് കാലത്താണ്? ഞാനൊരു സ്ത്രീയല്ലേ, പക്ഷെ ഞാൻ പുരുഷന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. മാറും ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാ സാരി ഉടുക്കുന്ന ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് ഒരെണ്ണം പുറത്ത് കാണിക്കാം, ഒരെണ്ണം പുറത്തായിരിക്കും, ഒരെണ്ണം അകത്തുണ്ടാവുള്ളൂ. സാരി ഭംഗിയായിട്ട് സാരി ഉടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. അതുപോലെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ നടക്കുന്നവരുണ്ട്. സാരി പണ്ടൊക്കെ ജയഭാരതിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പൊക്കിളിന് താഴെ വെച്ച് സാരി കൊടുത്ത് അത് സിനിമയാണ്. ഞാനിപ്പോ പൊക്കിളിന് ഞാൻ ഈ ഒരു അമ്മയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ തന്നെ എങ്ങനെയാണ് ഇത്രയും വികൃതമായിട്ട് മറ്റു സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഈ കുട്ടി ധരിച്ചതുപോലെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ടാണ് വന്നത് എന്ന് വിചാരിക്കൂ. കാരണം ഞാനും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ വേറെ ചെയ്യുന്ന ഒരാള് തന്നെയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ടീമായേനെ. മനസ്സിലായില്ലേ? ഈ ഒരു അറ്റാക്ക് മുഴുവൻ എനിക്ക് വന്നേനെ. പിന്നെ പേട്രിയാർക്കി, അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഈ രണ്ട് മെൻഷൻ ചെയ്തല്ല ഞാൻ സംസാരിച്ച. ഓക്കെ സുഹൃത്തുക്കളെ, എന്തായാലും ഞാൻ ജെൻസി പിള്ളേരുടെ പക്ഷം തന്നെയാണ്. കാരണം ഇത് 2026 അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള നടക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരുന്ന ഈ പ്രായപ്പെട്ട ആളുകൾ ഡ്രസ്സ് മറക്കണം, ഓരോന്ന് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനോടൊന്നും
ഞാൻ യോജിക്കുന്നില്ല. കാരണം മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓരോ ആളുകൾക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ഇതുപോലുള്ള ഇറക്കം കുറഞ്ഞ ഡ്രസ്സുകൾ അടക്കം കടകളിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനാണ് അവർ വിൽക്കുന്നത്, നമ്മൾ വാങ്ങി ഉപയോഗിക്കാനാണ് അവർ വിൽക്കുന്നത്. അപ്പൊ നമുക്കത് വാങ്ങി ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഈ പറയുന്ന ആളുകളൊക്കെ നാളെ ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ ജസ്റ്റ് കൈയില്ലാത്ത ഉടുപ്പോ ഒക്കെ ഇട്ടിട്ട് റോഡിൽ നടക്കുന്ന സമയത്ത് ഇതിൽ ഈ വന്നിരിക്കുന്ന പ്രായം ചെന്ന ആളുകളടക്കം നോക്കും. അത് നോക്കും, കാണാൻ കൊള്ളാം, പെണ്ണിനെ കാണാൻ കൊള്ളാന്നുണ്ടെങ്കിൽ നോക്കും. അത് സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. കാരണം എന്റെ സൗന്ദര്യം മറ്റുള്ളവരൊന്ന് ആസ്വദിക്കട്ടെ, അവര് നോക്കുമല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഒരുങ്ങി നടക്കുന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് ഒരുങ്ങി നടക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ വന്നിരുന്ന് വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ സ്ത്രീകൾക്ക് അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് എന്റെ ഉറച്ച നിലപാടിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇതിനൊരു മാറ്റമില്ല. കാരണം ഒരു സ്ത്രീ കുറച്ചിറക്കം കുറഞ്ഞ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ടീഷർട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ പറയും, അതിന് കുറച്ച് വൾഗറായിട്ടിരിക്കുകയാണെങ്കിൽ ആളുകൾ പറയും, ഓ അവള് പോക്കാണ് കേട്ടോ, അവള് വിഷയമാണ്ടറാ, അവള് പോക്കാടാ, ഇങ്ങനെ പറയും. ആ പറയുന്ന രീതിയാണ് മാറ്റേണ്ടത്. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പീഡിപ്പിക്കാനുള്ള ടെൻഡൻസി വരും നടന്നു. എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പ്രായം ചെന്ന വൃദ്ധരെയൊക്കെ പീഡിപ്പിക്കുന്നത്? വൃദ്ധരായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിക്കാറുണ്ടല്ലോ. അവരെന്താ ഇതുപോലെ കൈയില്ലാത്തതും കാലില്ലാത്തതും കാലിന് മേളിൽ തുണിയില്ലാത്തതൊക്കെയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടാണോ? അല്ലല്ലോ. സോ നിങ്ങളുടെ ചിന്താഗതിയാണ് പ്രായം ചെന്നവരെ മാറ്റേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യും. എനിക്കൊന്നറിയാലോ ആളുകൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്നറിയാലോ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം എന്റെ കമന്റ് സെക്ഷൻ വന്ന് വായിച്ചു നോക്കാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ എന്നെ തെറി വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ. 25 കാര്യം പറയും.